വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ മാതാവ് പ്രേംകുമാരിക്ക് അനുമതി ലഭിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ജയിലിലെത്തി മകളെ നേരിട്ട് കാണാം. സനയിലാണ് ജയിലിൽ മകളുള്ളത്. 12 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ അമ്മ മകളെ കാണാൻ പോകുന്നത്. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത്, ഒരുപക്ഷെ ഈ അമ്മയ്ക്ക് ഏറ്റവും സന്തോഷകരമായൊരു മുഹൂർത്തമായിരിക്കും ഉണ്ടാകുന്നത്. എന്നാലും ഈ കൊല്ലപ്പെട്ട ആളിൻ്റെ ധർമ്മപത്നിയൊക്കെ കണ്ട്, വിധവയൊക്കെ കണ്ട് ഒരുപക്ഷെ ഈ ദയാധനം വാങ്ങി ഈ കേസ് ഒത്തുതീർപ്പാക്കി മകളെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഏറ്റവും കടുത്ത ഒരു പരീക്ഷണത്തിലായിരിക്കും അമ്മ. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ നിമിഷപ്രിയയെ സനയിലെ ജയിലിലെത്തി കാണാൻ അമ്മ പ്രേമകുമാരിക്ക് ഇപ്പോൾ അനുമതി കിട്ടിയിരിക്കുന്നത്. അതായത് 12 വർഷങ്ങൾക്ക് ശേഷം ആ അമ്മ മകളെ കാണാൻ പോകുന്നു, ജയിലിലെത്തി കാണാൻ പോകുന്നു. 12 വർഷങ്ങളായി ഇരുവരും തമ്മിൽ കണ്ടിട്ട് അവരുടെ കണ്ണീരുണങ്ങാത്ത ദിവസങ്ങളാണ്, വർഷങ്ങളാണ് കടന്നുപോയത്. അതിനുശേഷം അവർക്കിതാദ്യമായി ഡൽഹി ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഈ യമനിലേക്ക് എത്താൻ സാധിച്ചു. അവർക്കൊപ്പം ഒരുപറ്റം ആളുകൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ആ ശുഭകരമായ ദിവസം വന്നത്, ആ വാർത്ത വന്നത്. ഇന്നുച്ചയ്ക്ക് ആ അമ്മ മകളെ കാണും. ഇനി ആ ഒരു കൂടിക്കാഴ്ച അവർക്ക് വ്യക്തിപരമായി അവർക്ക് വലിയ ആനന്ദം നൽകുന്നതായിരിക്കും. പക്ഷേ നിയമ നടപടികൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി കടുപ്പമേറിയതാണ്. കാരണം നമുക്കവിടെ എംബസി കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല, നമുക്ക് നയതന്ത്ര ബന്ധങ്ങൾ കൃത്യമായില്ല. ഈ അമ്മയുടെ ഒരു നിശ്ചയദാർഢ്യമായിരിക്കും ഇനി ആ മകളെ ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഇനി ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ വീട്ടിലേക്ക് പോകണം, അവിടെ എത്തി അവരുടെ ബന്ധുക്കളെ കണ്ട് അവരെ കൺവിൻസ് ചെയ്യണം. ഈ ദയാധനം വാങ്ങി മകൾക്ക് ജയിലിൽ നിന്നും മോചനത്തിന് വേണ്ടി അവരെ കൺവിൻസ് ചെയ്യണം. മറ്റൊരു കാര്യം, അവിടുത്തെ ഗോത്രങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ആ ഗോത്രത്തലവന്മാരെ കണ്ട് സംസാരിക്കണം. ആ ഒരു ഈ സ്ഥലം വിട്ട്, ഈ എറണാകുളമോ അല്ലെങ്കിൽ ആ ചുറ്റുവട്ടമോ വിട്ട് പുറത്തു പോകാത്ത ഒരു അമ്മ, അവർ മകളെ തിരിച്ചു കിട്ടണമെന്ന നിശ്ചയദാർഢ്യത്തോടെ മറ്റൊരു രാജ്യത്ത്, ഊരും പേരും അറിയാത്ത ഒരു രാജ്യത്ത് പോയി, ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളും ഇല്ലാത്തടത്ത് പോയി ആ ശ്രമം തുടരുകയാണ്, അത് നടത്തുകയാണ്. ഒരുപറ്റം ആളുകൾ അവർക്കൊപ്പമുണ്ട് എന്നുള്ളത് ആശ്വാസം പകരുന്നതുമാണ്. കാത്തിരിക്കാം ശുഭകരമായ വാർത്തയ്ക്ക് വേണ്ടി. ഇന്നുച്ചയ്ക്ക് അവർ കണ്ടിറങ്ങുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ പ്രതികരണം ആദ്യം നൽകാനും സാധിച്ചേക്കും. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.